വേണ്ട, ഞാൻ ചോദിക്കാം. സാവിത്രി പഠിപ്പിച്ചോളൂ. എന്തേ? ഒന്നുമില്ല, ഈ സ്ഥലം കണ്ടപ്പോ ഒന്ന് കേറണമെന്ന് തോന്നി. മേം സാബ്, ബഹുമാനമുള്ളവരെ ഞങ്ങൾ അങ്ങനെയാ വിളിക്കുക. സാബിന് ഇപ്പോഴും എന്നെ പേടിയല്ലേ? മേം സാബ്, ഗംഗ ഒഴുകുന്നൊരു നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. ഞാൻ സത്യമായി പറയൂ. ജഗ്ഗുന്നാ പേര്. ഇവിടെ വന്നപ്പോ ആദ്യം കണ്ടത് മേം സാബിനെയാ. ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം തോന്നിയപ്പോ ആദ്യം മേം സാബിനെയാ ഓർമ്മ വന്നത്. മേം സാബ്, ഈ കുട്ടികളൊക്കെ ഇവരെ അനാഥരെന്ന് ഞങ്ങൾ പറയാറില്ല. കുട്ടികളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാവരുതെന്ന് മുത്തശ്ശന് നിർബന്ധമാ. അവരിവിടെ വളരും, ഇവിടെ പഠിക്കും, ഞങ്ങളുടെ കുട്ടികളായി. അപ്പോ എനിക്കിവിടെ താമസിക്കാലോ? വീട് അങ്ങനെയൊന്നുമില്ല. ആരെന്ത് ജോലി എന്നാലും ചെയ്യും. പക്ഷെ എന്റെ പാട്ട് കേൾക്കാനാ എല്ലാവർക്കും ഇഷ്ടം. ഇവിടുത്തെ പോലൊന്നുമല്ല. അവിടെ പാടിയ നൃത്തം ചെയ്യും, നോട്ടുമാലകൾ ഇടും. ഹിന്ദി പാട്ട് മാത്രമേ അറിയൂ? പാട്ടുകൾക്ക് എന്തിനാ ഭാഷ? ഞാൻ എല്ലാ പാട്ടും പാടും. ആരാണ്? നമസ്തേ ജി. എന്താണ്? ഞാൻ വെറുതെ. നിങ്ങളെ പോലുള്ളവർക്ക് വെറുതെ കടന്നു കയറി കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല ഇത്, മനസ്സിലായോ? ഞാൻ വന്നത് കുഴപ്പമൊന്നും ഉണ്ടാക്കാനല്ല. ഇവിടെ വന്നപ്പോ സ്നേഹമുള്ള ചില മനുഷ്യരെ കണ്ടപ്പോ കളിച്ച് രസിച്ച് നടന്നൊരു കുട്ടിക്കാലം എനിക്കില്ല. തെരുവിൽ നിന്ന് ഞാൻ എത്തിയത് എല്ലുകളിൽ അഴുക്ക് ചാലിലേക്കാണ്. അവിടെ എനിക്ക് അഭയം തന്നത് അബ്ബാസ് ഭായിയ. സാബിനെ പോലെ ഒരാളാണ് എന്നെ കണ്ടെത്തിയിരുന്നെങ്കിൽ, ഇതുപോലൊരു സ്ഥലത്താണ് ഞാൻ വന്നു ചേർന്നിരുന്നെങ്കിൽ ഒന്നും എന്റെ കുറ്റമല്ലല്ലോ സാബ്. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വരുമ്പോ പഠിപ്പിക്കുന്ന സമയത്ത് വരാതിരിക്കുക. കുട്ടികളുടെ ശ്രദ്ധ മാറും, അതുകൊണ്ട് പറഞ്ഞതാ. പോട്ടെ. ജഗ്ഗു, കിധർ ഗയാ താ? ഞാൻ ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടു. നമ്മുടെ നാട് പോലെ നല്ല ഭായി, എന്ത് നല്ല ആൾക്കാരാ. നീ ഇവിടെ നല്ല ആൾക്കാരെ മാത്രമേ കണ്ടു കാണുള്ളൂ, അതുകൊണ്ട് തോന്നുന്നതാ. അല്ല ഭായി, അവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോ സ്നേഹോ വാത്സല്യോ എന്താന്ന് അറിഞ്ഞൂടാ. എന്താ, നിനക്കാരുടെങ്കിലും മൊഹബത്ത് തുടങ്ങിയോ? ഹേയ്, അതുകൊണ്ടൊന്നുമല്ല. ആകെ മനസ്സിനൊരു സുഖം. മനസ്സിന് സുഖമുള്ളപ്പോഴാണല്ലോ പാട്ട് പാടാൻ തോന്നുക. നീ ഒരു പാട്ട് പാട്. ഫിലിമോക്കി ഗീത് ഇഷ്ടമുള്ളത്. ഭഗവാൻ ബച്ചാവോ. മേം സാബ് ജയിക്കും. ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ജയിക്കരുതെന്നല്ലേ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? ഞങ്ങളുടെയൊക്കെയോ? ജഗ്ഗുന്റെയും നിങ്ങളുടെ അബ്ബാസിന്റെ എല്ലാം. അയ്യോ, അതെന്താ മേം സാബ് അങ്ങനെ പറഞ്ഞത്? ജഗ്ഗുന് ഒന്നും അറിയില്ലേ? എന്ന് ചോദിച്ചാ അബ്ബാസ് ഭായി അറിയാം. കേരളത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോ ആദ്യം ഭായി ഒഴിഞ്ഞതാ, പിന്നെ ഞാനാ നിർബന്ധിച്ചത്. എനിക്ക് ഈ നാടൊക്കെ ഒന്ന് കാണാനുള്ള കൊതിയുണ്ട്. അല്ലാതെ എന്തിനാ വന്നെന്ന് അറിയില്ലല്ലേ? അബ്ബാസ് ഭായി അതൊന്നും ഒരിക്കലും എന്നോട് പറയാറില്ല. സത്യം, എനിക്കറിയില്ല മേം സാബ്. എന്നാൽ എനിക്കറിയാം. ഇവിടെ കുഴപ്പമുണ്ടാക്കി എന്നെ തോൽപ്പിക്കാൻ നാടാന്റെ ആളായിട്ട്. ഞങ്ങളൊക്കെ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? നല്ല കാര്യങ്ങളല്ലേ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ. ഇനിയും ജഗ്ഗുവിന് അറിഞ്ഞൂടെങ്കിൽ അറിയാൻ വേണ്ടിയാ പറഞ്ഞത്. എനിക്ക് നിന്റെ ആ സ്ഥാനാർത്ഥികളെ ഒന്ന് കാണണല്ലോടാ. നീ എന്റെ ആളാണെന്ന് അറിഞ്ഞിട്ടും അവൾ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചോ? എനിക്ക് ഇച്ചിരിയൊന്നും കാണണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? അതൊക്കെ പിന്നെ പറയാം. വാ, വന്നുവെല്ലാം കഴിക്കേ. വേണ്ട, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാതെ പച്ചവെള്ളം കഴിക്കില്ല. നമ്മളിവിടെ വന്നത് തല്ലും ബഹളം ഉണ്ടാക്കി പാർവതിയെ തോൽപ്പിക്കാനാ? അത് പറ. തല്ലും ബഹളം ഉണ്ടായത് വേണമെന്ന് വെച്ചിട്ടല്ല. പക്ഷെ ഏറ്റെടുത്ത് നടത്താതെ പോയ ഒരു സംഭവം അബ്ബാസിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോലെ ആരും ഇല്ലാത്തവരല്ലേ അവര് വളർത്തുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. ആളുകളെ ജോലി ജീവിക്കാൻ ശീലിപ്പിക്കുന്നില്ല അവര്. ജഗ്ഗു, ഒരു കാര്യം നിനക്ക് ഞാൻ ഉറപ്പ് തരാം. പാർവതിക്കും ആശ്രമത്തിനും അവരെ സ്നേഹിക്കുന്ന സാധാരണക്കാർക്കും ഒരാപത്തും വരില്ല. ടീക്ക്?
പേര്? ഗോപാലസ്വാമി. ഗോപാലസ്വാമിയുടെ അഭിപ്രായത്തിൽ ഈ ഇലക്ഷനിൽ ആര് ജയിക്കും? ആര് ജയിച്ചാലും നമുക്ക് പ്രയോജനമൊന്നുമില്ല. ആട്ടെ, അമ്മാവൻ ആർക്കാ വോട്ട് ചെയ്യുന്നേ? ഇതുവരെ നാടാടെ ആർക്കാ വോട്ട് ചെയ്യുന്നത്. അന്ന് എതിര് നിൽക്കാൻ ആളില്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങളുടെ പണിക്കർ സാർ പറയുന്ന പോലെ എങ്ക വോട്ട് പാർവതി അമ്മാവുക്ക് താ. അതെന്താ? ഇതിനു മുമ്പൊക്കെ നിങ്ങൾ രാജമാണിക്യ നാടാർ പറയുന്ന ആൾക്കല്ലേ വോട്ട് ചെയ്തിരുന്നത്? அதே செய்திருக்கிறோம். அவரு நிறைய பணம் தருவாங்க, சாரி தருவாங்க, சாராயம் தருவாங்க. இனிமேல அது நடக்காது. അതെന്താ കാരണം? இந்த வாட்டி நாடார் என்ன குண்டாயுசம் காமிச்சாலும் பணிக்கிற சாரோட சின்ன குழந்தைக்கு தான் நாங்க ஓட்டு போடுவோம். அப்படித்தானே? அப்படிதான், அப்படிதான். എന്താ വിശ്വാസക്കുറവുകൊണ്ടാണോ പരിശോധനയ്ക്ക് ഇറങ്ങിയത്? വിശ്വാസക്കുറവുകൊണ്ടല്ല. ഈ നാട്ടിലില്ലാത്തൊരു പരിപാടി ആയതുകൊണ്ട് ഒരു മനസമാധാനക്കുറവ്. അബ്ബാസിന്റെ പണി അബ്ബാസിന് വിട്ടുതരിക. நான் 1000 வாட்டி சொன்னேன், இவன் நம்பவே இல்ல. நீங்க நிம்மதியா நம்ம வேலையை பாருங்க. வரேன், வாயா. சந்தேகம் பிடிச்சவங்கலாம் கூட வச்சுட்டு பெரிய தொல்லையா போச்சு. എടോ നാടരെ, അവൻ പറയുന്നത് വിശ്വസിക്കാവടോ? അവന്റെ താടിയും മുടിയും നോട്ടും എല്ലാം കൂടെ കാണുമ്പോ நீ கவலையே படாத. அவன் பாக்குறதுக்கு தான் அப்படி, யாருகிட்டயும் பேச மாட்டான். ஆனா காரியத்துல கெட்டிக்கார. അതല്ലടോ ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ അന്നത്തെ വിരട്ട് ആ പത്രക്കാരി പെണ്ണിന് ഏറ്റ ലക്ഷണമില്ല. ഇനി അവളെ വെറുതെ വിട്ടാൽ നമ്മൾ ആപ്പിലാവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. என்னையா பைத்தியக்கார மாதிரி பேசுற? അവൾ വീണ്ടും എന്തൊക്കെയോ കുണ്ടാമണ്ടികൾ ഒപ്പിക്കാൻ പോവാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. നമ്മുടെ ഡിസ്റ്റിലറിയും മദ്യദുരന്തവും അബ്ബാസും ഇലക്ഷനും എല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരു സ്റ്റോറി തയ്യാറാക്കി അവൾ ഡൽഹിയിലെ പത്രത്തിൽ അയക്കാൻ പോവാണെന്ന്. ഇലക്ഷൻ കമ്മീഷണർക്കും കോപ്പി അയക്കുമെന്ന്. போயா. താൻ ആ ഇലക്ഷൻ കമ്മീഷണറെ പറ്റി കേട്ടിട്ടുണ്ടോ? അല്ല, ഇയാളെല്ലാം പത്രം വായിക്കുകയല്ലോ. അങ്ങേരാളൊരു കടിക്കാൻ പറ്റിയ എല്ലും കഷ്ണവും കാത്തു കിടക്കുകയാണ് അയാള്. മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങാ വീണെന്ന് പറഞ്ഞതുപോലെ ഈ ന്യൂസ് സ്റ്റോറിയും കൂടി ആവുമ്പോ ഇലക്ഷൻ എങ്ങാനും ക്യാൻസൽ ചെയ്യുമെന്നാണ് എന്റെ പേടി. யாரியா அந்த எலெக்ஷன் கமிஷனர்? ചീഫ് മിനിസ്റ്റർ നമ്മ പക്കം തന്നെ. ചീഫ് മിനിസ്റ്റർ അല്ല, പ്രൈം മിനിസ്റ്റർ പക്ക വരുന്നാലും ഒന്നും ചെയ്യാനാവില്ല. തനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ ഇലക്ഷൻ കമ്മീഷണറെ. ഒരു നിലയ്ക്കും ആ പെണ്ണ് എഴുതുന്ന ഒരു സ്റ്റോറിയും ഡൽഹിയിൽ എത്താൻ പാടില്ല. ஓ, அப்படி ஒண்ணு இருக்கா? എങ്ങനെ സംഭവിച്ചു എന്ന് വല്ല വിവരമുണ്ടോ? അന്വേഷിക്കുന്നുണ്ട് സാർ. ஏதோ ஆக்சிடென்ட்ல செத்து போச்சுன்னு கேள்விப்பட்டேன். എന്തായാലും വിശദമായ അന്വേഷണം വേണം സാർ. வா. പത്രങ്ങളുടെയും പത്രക്കാരുടെയും സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അതിലൊരു വീഴ്ചയും ഉണ്ടാവില്ല.
ഈ കാര്യം ഞാൻ വീണ്ടും 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 പൊക്കിപ്പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. കവിതാ മേനോന്റെ മരണം ആക്സിഡന്റ് അല്ല, അതൊരു കൊലപാതകമാണ്, ആസൂത്രിതമായ കൊലപാതകം. ഇതിന്റെ പിന്നിലുള്ള കറുത്ത ശക്തികളെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ഞാനും എന്റെ പാർട്ടിയും ശക്തമായി ശ്രമിക്കുന്നതാണ്. ഈ നാട്ടിലെ നിയമസമാധാനം തകർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ സംഭവം. ഇലക്ഷൻ അട്ടിമറിക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥിയായ മന്ത്രി മുഖ്യമന്ത്രിയും DGPയോട് തിരിച്ചു വിളിക്കാമെന്ന് പറയൂ. എന്തായാലും താനും രാജമാണിക്യം നാടാരും കൂടി ചെയ്ത ചീത്ത് ഒരു കടുങ്കൈയായി പോയി സിക്കെ. നാടാകെ ഇളകിയിരിക്കുക. കൂടാതെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ എൻക്വയറീസ് വേറെയും. നമ്മൾ എന്ത് മറുപടി പറയും? എന്താ ഒന്നും മിണ്ടാത്ത രാമേഷ? താനാ ഹോം മിനിസ്റ്റർ, മറക്കണ്ട. ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കണമെന്ന് കളക്ടർമാർക്കെല്ലാം നിർദ്ദേശം കൊടുക്കാം. അല്ല എന്ത് ചെയ്യാനാ CM? അപ്പോഴേ എന്ത് നിർദ്ദേശം കൊടുത്താലും മീനാക്ഷിപുരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന പ്രശ്നമില്ല. പ്രതിപക്ഷ നേതാവിന്റെ പൊതുയോഗത്തിൽ ബോംബ് വീണെന്ന് ആര് പറഞ്ഞു? അത് ബോംബായിരുന്നില്ല. ഇറ്റ് വാസ് എ നാച്ചുറൽ മിസ്ഹാപ്പ് ഇൻ കണക്ഷൻ വിത്ത് പവർ സപ്ലൈ. ഒരു അൺഫോർച്ചുനേറ്റ് ആക്സിഡന്റ് മാത്രം എന്നൊരു പ്രസ്താവന CM പത്രങ്ങൾക്ക് എഴുതി കൊടുക്കണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് അത്തരത്തിലുള്ള റിപ്പോർട്ട് അയക്കാൻ ചീഫ് സെക്രട്ടറിയോട് പറയണം. മുമ്പൊരു തെരഞ്ഞെടുപ്പിൽ ഒരു ഈച്ചയ്ക്ക് പോലും കോട്ടം സംഭവിക്കാൻ സാധ്യതയില്ലാത്തടത്ത് 7000 പേർ ചാകുമെന്ന് എഴുതി കൊടുത്തില്ലേ? CMന് ഡൽഹിയിലുള്ള സ്വാധീനം വെച്ച് ഇക്കാലത്ത് നടക്കാത്തതായിട്ട് എന്താ ഉള്ളത്? CK പറഞ്ഞതിലും ബുദ്ധിയില്ലാതില്ല. വിളിക്കണം CM ചീഫ് സെക്രട്ടറിയെ.